എനിക്ക് 6 ഡിജിറ്റിന് മുകളിൽ എക്സ്പെൻസ് വന്ന സ്ഥലത്ത് നിന്ന് ഒരു 50K ബിലോ ആക്കിയിട്ട് എനിക്ക് എക്സ്പെൻസ് ചുരുക്കാൻ വേണ്ടി പറ്റി. വുമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ ദേ ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അതിപ്പം ഒരു ആൺകുട്ടി ആവണം എന്നില്ല. സിംഗിൾസ് ആവാതെ ഈവൻ മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒബ്വിയസ്ലി ഉണ്ടാവും തോന്നില്ല. ബട്ട് ഈവൻ ദോ കപ്പിൾസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എന്നും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം കുറെ ആക്ടേഴ്സ് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. എന്താണ് ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അവരും മേ ബി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു ട്രേഡ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തി ഇന്നും ട്രേഡിങ്ങിന്റെ മുന്നിൽ ഇരുന്നാൽ, ചാർട്ടിന് മുന്നിൽ ഇരുന്നാൽ അദ്ദേഹം അന്ന് ട്രേഡ് എടുക്കും. അതെന്തുകൊണ്ടാണ്? ആൺകുട്ടികളുടെ സ്ട്രഗിളിനെ പറ്റി നമ്മൾ പറഞ്ഞു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ലൈക്ക് ഹസ്ബൻഡ് ആയിരിക്കും ജോലിക്ക് പോകുന്നത്, സ്ത്രീകൾ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കുക. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ലൈക്ക് ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ ഈക്വലി അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് ഇന്നത്തെ സൊസൈറ്റിയിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ലൈക്ക് ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടുപേരും ഏർണിങ്സ് ആയിരിക്കണം. ബിക്കോസ് അന്നത്തെ ഒരു കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു രീതി അല്ല ഇന്ന്. എല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വുമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ ദേ ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. അതിപ്പം ഒരു ആൺകുട്ടി ആവണം എന്നില്ല. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിനോട് സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ? ലൈക്ക് ഡെഫിനറ്റ്ലി സാർ ഇപ്പൊ ഈ പറയുന്ന മാതിരി ഒരു ഫാമിലി മാൻ ആണ്. അപ്പം എങ്ങനെയാണ് ലൈക്ക് സാറിന്റെ വൈഫിന്റെ കാര്യമാണെങ്കിലും സാർ എത്രത്തോളം ആളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ ലൈക്ക് വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോബ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരാണിന് അയാളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ചിലവുകളായിരുന്നു. ഞാൻ അനാവശ്യമായിട്ട് ചിലവുകൾ വരുത്തിയായിരുന്നു. പക്ഷേ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങി. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങി, ഞങ്ങൾ രണ്ടുപേരുള്ള. എന്നിട്ട് ഞങ്ങൾ എല്ലാ മാസമുള്ള ചിലവുകൾ അതിലിടാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ പേടിയുള്ളത് കൊണ്ട്, അതായത് എൻ്റെ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാർ എന്നോട് ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പല അനാവശ്യമായിട്ടുള്ള ചിലവുകളും, അത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതാവാം, മേ ബി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാവാം, അപ്പം അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ കുറയ്ക്കാൻ തുടങ്ങി. ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് 6 ഡിജിറ്റിന് മുകളിൽ എക്സ്പെൻസ് വന്ന സ്ഥലത്ത് നിന്ന് ഒരു 50K ബിലോ ആക്കിയിട്ട് എനിക്ക് എക്സ്പെൻസ് ചുരുക്കാൻ വേണ്ടി പറ്റി. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ആണുങ്ങൾക്കും അവരുടെ പാർട്ട്നേഴ്സായിട്ട്, അവരുടെ ഫാമിലി ആയിട്ട്, അവരുടെ ഫൈനാൻഷ്യൽസ് കാര്യങ്ങളായിട്ടുള്ള ഡിസ്കഷൻ കൊണ്ടുവരികയാണെങ്കിൽ മേ ബി നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. ആൻഡ് സ്ത്രീകൾ നിർബന്ധമായിട്ടും പൈസേനെക്കുറിച്ച് സംസാരിക്കാനും പൈസേനെക്കുറിച്ച് പഠിക്കാനും വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒബ്വിയസ്ലി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ചെറിയ രീതിയിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പം ആ ട്രേഡിങ് തുടങ്ങിയ ശേഷമാണ് പുള്ളിക്കാരിക്ക് ശരിക്കും ഒരു പൈസ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് സീരിയസ് ആവാൻ വേണ്ടി തുടങ്ങി എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മോട്ടിവേഷൻ എന്നുള്ള രീതിയിലല്ല, ഞാൻ പറയും നമ്മൾ ജീവിക്കുന്നത് വളരെ കുറച്ച് ദിവസമാണ്. അപ്പോൾ ആ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു അപ്ഡേറ്റ് ആവുള്ളൂ. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. പാരൻസായിട്ട് ഇതിനെക്കാട്ടും നമ്മൾ ബന്ധം ഉണ്ടാവും എപ്പോഴും നമ്മൾ പാർട്ട്നേഴ്സായിട്ടായിരിക്കും. അതൊരു ടൈം കഴിഞ്ഞാൽ കേട്ടോ, നമ്മളൊരു ടൈം വരെ പാരൻസ് ആയിട്ടായിരിക്കും ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുക. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാർട്ട്നേഴ്സായിട്ടായിരിക്കും. സോ പാർട്ട്നേഴ്സായിട്ട് എത്രത്തോളം നമ്മൾ ഈ ഒരു പൈസയുടെ കാര്യത്തിൽ നമ്മൾ ഓപ്പൺ ആണോ അത്രത്തോളം നമുക്ക് സമാധാനം, നമ്മൾ നേരത്തെ പറഞ്ഞത് ഉണ്ടാവും. കാരണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ത് കാര്യത്തിലാണെങ്കിലും. നമുക്ക് ഒരു ഡിസിഷനിലേക്ക് എത്താൻ നമ്മൾ മടിക്കുന്ന പല കാര്യത്തിലേക്കും അവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പുരുഷന്മാരെക്കാട്ടിലും കുറേ ഒട്ടുമിക്ക എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതലും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത് സ്ത്രീകളാണ്. പക്ഷേ ഈ ഫൈനാൻസ് മേഖലയിലോട്ട് വരുമ്പോൾ എപ്പോഴും അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒബ്വിയസ്ലി ഈ പറയുന്ന പുരുഷന്മാർ തന്നെയാണ്. ശരിക്കും ആ ഒരു ചേഞ്ചസ് എവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങണം? അതിൽ ഒരു തിരുത്തല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുക. മ്യൂച്വൽ ഫണ്ട്സിൽ SIP ചെയ്യുന്ന, SIP സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളും പകുതിക്ക് വെച്ച് നിർത്തി പോകാറുണ്ട്. അത് പുരുഷന്മാരുടെ കേസിൽ കൂടുതൽ. ആക്ച്വലി സ്ത്രീകൾ അത് കൃത്യമായിട്ട് തുടരാറുണ്ട്. കാരണം അവർ ആ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ആളുകളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ട്രേഡിങ്ങിൻ്റെ കേസ് വരുന്ന സമയത്തും ഈ അടുത്തൊരു സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ത്രീകളാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് പുരുഷന്മാരെക്കാട്ടിലും. അതേപോലെ തന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഐ തിങ്ക്
ബൈ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കുറവാണെങ്കിൽ കൂടെ വരുന്ന ആളുകളിൽ കുറച്ച് പേര് അത് കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ കുറച്ച് പേരിൽ ഉള്ളത് സ്ത്രീകൾ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മുന്നോട്ട് കൊണ്ടുപോകേണ്ടി തോന്നുന്നു. പിന്നെ ഇപ്പമുള്ള ആളുകൾ സ്ത്രീകളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് എടുക്കാൻ റെഡിയാണ്. അതിൽ ഒരു കാര്യം കൂടിയും ഞാൻ ഇതിലേക്ക് വരാം. ഇപ്പം കുറേ ആളുകൾ കല്യാണം കഴിക്കുന്നില്ല, സിംഗിൾസ് ആയിട്ട് പോകുന്നൊരു ഒരു രീതി ഉണ്ടല്ലോ. ഞാൻ ഈ അടുത്ത് അതിൻ്റെ ഒരു കേസ് സ്റ്റഡി വായിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾസ് ആയിട്ട് പോകുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് ഫൈനാൻഷ്യലി ഇനി ബുദ്ധിമുട്ടാൻ വേണ്ടി പോകുക എന്നുള്ള കാര്യം. കാരണം കപ്പിൾസ് ആവുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഷെയറിംഗ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പം അതും സിംഗിൾസ് ആയിട്ട് ഇനിയുള്ള കാലത്ത് സിംഗിൾസ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഫൈനാൻഷ്യലി എന്നാണ് പറയുന്നത്. അത് പിന്നെ ഒബ്വിയസ്ലി മെൻ്റലി അവർക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ എനിക്ക് തോന്നുന്നു സിംഗിൾസ് ആവാതെ ഈവൻ മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒബ്വിയസ്ലി ഉണ്ടാവും തോന്നില്ല. ബട്ട് ഈവൻ ദോ കപ്പിൾസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് കൃത്യമായിട്ട് ഡിസ്കഷൻസ് നടത്താൻ വേണ്ടി ശ്രമിക്കുക. പൈസയുടെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റം ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റമുണ്ട്. അതിപ്പം നിങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടെ ഗ്രൂപ്പുകൾ വന്നു തുടങ്ങി അല്ലേ, എന്താ ക്യൂൻസ്, റൈറ്റ്? ക്യൂൻസ് പറഞ്ഞിട്ട് അത് ഓൺട്രപ്രണേഴ്സിന് സ്ത്രീകളായിട്ടുള്ള ഓൺട്രപ്രണേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും പെൺകുട്ടികൾ മുന്നോട്ട് കടന്നു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടിയും പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള അതേപോലെ തന്നെ പേടിയില്ലാത്ത ആളുകളാണ് ഇപ്പം തോന്നിയിട്ടുണ്ട് അല്ലേ, റൈറ്റ്? ഇപ്പോൾ സാർ മാരേജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് കേട്ടോ അതിൻ്റെ കാര്യത്തിൽ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പം വളർന്നു വന്ന ഒരു പ്രായം വരെ നമ്മൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് വളർന്നു വരുന്നു. അതിനുശേഷം ഒരു പോയിന്റ് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞാൽ ലൈക്ക് ഒബ്വിയസ്ലി നമ്മുടെ ചിൽഡ്രൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എന്നും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ ഡിപ്പെൻഡൻസി കുറയുമ്പോഴാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് കേട്ടോ. മീൻസ് നമുക്കൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പം അതുകൊണ്ടാണോ ഈ പറയുന്ന എല്ലാവരും ഈ മാരേജ് വിട്ടിട്ട് സിംഗിളായിട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നത്? എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ്. കാരണം നമ്മൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആവുകയാണ്. ഇപ്പം പാരൻസിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഏജ് വരെ പാരൻസ് എന്ത് ചെയ്യണമെങ്കിലും പാരൻസിൻ്റെ ഇത് വേണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു 6 മണി 7 മണിക്ക് ശേഷം തിരിച്ചു വരണം. എല്ലാത്തിലും ഭയങ്കര കൺട്രോളാണ്. നമുക്ക് എല്ലാത്തിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്ത് ചെയ്യണമെങ്കിലും ആളുടെ ഒരു പെർമിഷൻ അങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി നമ്മളൊന്ന് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകും, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അത്രയും നാൾ എൻജോയ് ചെയ്യാത്തൊരു ഫ്രീഡം പെട്ടെന്ന് എൻജോയ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് എനിക്ക് തോന്നുന്നു പല ആൾക്കാരെയും കൊണ്ട് ഈ ഒരു ഡിസിഷൻ എടുപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ലിവിങ് റിലേഷൻഷിപ്പ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇനിയുള്ള ഇതിൽ സിംഗിളായി നിൽക്കുക എന്നുള്ളത് മേ ബി പറ്റിലുണ്ടാവില്ല. അതെ, ഒരു പോയിന്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന ഇമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ, മെന്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം വേണം. പക്ഷെ കൂടുതലും ആൾക്കാർ ഇപ്പം നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ പറയുന്ന ഡിവോഴ്സ് കേസസും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അതിനോടൊരു ഭയങ്കര ഒരു പേടി ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പൊയ്ക്കൂടാ എന്നുള്ളൊരു തോട്ട് വരുന്നതാവാം. മെയിൻ കാര്യം സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനായി തുടങ്ങി, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ അടിയിൽ ജീവിക്കാൻ ഇനി ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഓൺട്രപ്രണേഴ്സ് തന്നെ ഇപ്പം ഉണ്ടായി വരുന്നത് അല്ലേ. ഒരാളുടെയും അടിയിൽ ജീവിക്കാൻ ആർക്കും താല്പര്യമില്ലാതെ തുടങ്ങുകയാണ്. സോ ഐ തിങ്ക് ഇതിൽ ഒരു ഒന്നുമില്ലാത്തൊരു ഏരിയയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതായത് എങ്ങനെ ജീവിക്കണം, എങ്ങനെയായിരിക്കും അടുത്തൊരു തലമുറ ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. അപ്പോൾ അതിൻ്റേക്ക് കുറേ പേര് കുറേ ഡിസിഷൻസ് എടുത്ത് പല രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിലായിരിക്കും എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങളെന്ന്, ഇല്ലെങ്കിൽ ലൈഫ്, ഇല്ലെങ്കിൽ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഇൻ റിലേഷൻഷിപ്പ്. കാരണം പല ആളുകളും എനിക്ക് ഇപ്പം കുറേ ആക്ടേഴ്സൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്, എന്താണ് ഞാൻ ഇനി വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അവരും മേ ബി കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് മേ ബി പോയേക്കാം. അതാ പറഞ്ഞത്, ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ല എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം അവിടെ കുറേ ബബിൾസ് ആണ്, ആ ബബിൾസിലേക്ക് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഐ തിങ്ക് എൻ്റെ മകളുടെയൊക്കെ ഒരു കാലാവുന്ന സമയത്ത് എനിക്കറിയാം അവരൊരിക്കലും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം. ആൻഡ് ഞാൻ എൻ്റെ വൈഫിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരിക്കലും 18 വയസ്സ് കഴിഞ്ഞാൽ അവളെ നോക്കില്ല. എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള. ആ ഒരു 18 വയസ്സ് 20 വയസ്സാവുന്ന സമയത്ത് അവൾ മെച്യൂർ ആയെന്ന് തോന്നുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊടുക്കും. പിന്നെ അവളെ നോക്കില്ല. അവൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് ജീവിക്കട്ടെ, ലൈക്ക് അതിന്
എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ജനറേഷൻ ഒബ്വിയസ്ലി അവർ അതിനുള്ള കേപ്പബിൾ ആണ്. അവർ കേപ്പബിൾ ആയിരിക്കും, കാരണം ലോകം അങ്ങനെയാണല്ലോ വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ അവർ കേപ്പബിൾ ആവുമെന്ന് തോന്നുന്നു. ആൻഡ് പ്രത്യേകിച്ച് എനിക്കൊരു പെൺകുട്ടിയാണുള്ളത് അറിയാലോ. അപ്പോൾ പെൺകുട്ടികളാവുന്ന സമയത്ത് തന്നെ അവരൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരിക്കലും കിട്ടില്ല, ഉറപ്പാണ്. കാരണം അവർ ഇപ്പം പൈസയുടെ കാര്യം പറഞ്ഞു. അപ്പം അവർ പൈസയെ കുറിച്ച് പഠിക്കും, പൈസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കും, ടെക്നോളജിയെ കുറിച്ച് അവർ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്കൊരിക്കലും അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല, ഉറപ്പാണ്. കാരണം നമ്മളെ പേരൻസിന് കുറച്ചും കൂടി ഈ ഒരു തലമുറയിൽ ജീവിച്ച് പരിചയമുള്ളതുകൊണ്ട് ആ ജീവിത പരിചയം അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ അവരെ കൂടെ വളർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. റൈറ്റ്, എല്ലാത്തിലോട്ട് എക്സ്പോഷർ. അതായത് അവർ നമ്മളെക്കാട്ടും നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അല്ലേ. ഇപ്പം പാരൻസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിന് മുകളിൽ, ഇല്ലെങ്കിൽ മറ്റ് ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ടുള്ള കാര്യത്തിന് മുകളിലാണ് അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റൈറ്റ്, നമ്മൾ അതിൽ അപ്ഡേറ്റഡ് ആയതുകൊണ്ട്. പക്ഷെ നമ്മളെക്കാട്ടിലും കൂടുതൽ അപ്ഡേറ്റഡ് ആയിരിക്കും ഇനി വരുന്ന തലമുറ. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അവർ നമ്മളെ തിരിഞ്ഞു നോക്കില്ല എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നി ഈ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയോ വായിച്ചതാണ്, നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് നോക്കുന്ന ഒരു ലൈക്ക് കപ്പിൾസ് ആയിക്കോട്ടെ, അവർ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ ആ ഒരു ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട്ണർ ലൈക്ക് എന്തെങ്കിലും സംഭവിച്ച് ലൈക്ക് ആൾ മരിക്കുകയോ ഇങ്ങനെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല അയാളുടെ പേരിൽ എന്തൊക്കെ അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ലൈബിലിറ്റീസ് ഉണ്ട്. അപ്പം നാളെ ഇപ്പോൾ നമ്മൾ ഒന്നും പാർട്ട്നേഴ്സായിട്ട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഇയാൾ ഇത്ര പൈസ തരാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഫൈനാൻസ് അസറ്റ് ആയിക്കോട്ടെ, ലൈബിലിറ്റീസ് ആയിക്കോട്ടെ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ പൈസയെ കുറിച്ച് സംസാരിക്കുക. ഇപ്പം ശിവയുടെ പാർട്ട്ണറിനെ വിചാരിക്കുക, ശിവയുടെ പാർട്ട്ണറും തമ്മിൽ ഈ പുതിയ ഒരു ഇയറിൽ, ഇപ്പോൾ നമ്മളൊരു പുതിയ ഇയറിലേക്ക് കടക്കാൻ വേണ്ടി പോകണം. സോ കൃത്യമായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ ഗോൾസ് തീരുമാനിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര ഈസി ആയിരിക്കും. റൈറ്റ്, ഇപ്പം ഒന്നുമില്ല, എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫ് കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ട്, ഞാനിപ്പം പൈസ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സമയത്ത് എങ്ങനെ ചിലവാക്കണമെന്ന് എൻ്റെ വൈഫിന് അറിയാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം നമ്മൾ സ്ത്രീകളുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറാണ് കാണുന്ന കാര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് അത് വാങ്ങിയെടുക്കുക എന്നുള്ളത് പറയുന്നത്. അത് അവരുടെ കുട്ടിയല്ല, അവരങ്ങനെ തന്നെയാണ്. റൈറ്റ്, സോ അപ്പം കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട്, എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിലൊക്കെ കൺട്രോൾ വരും. പിന്നെ പുരുഷന്മാരുടെ കൺട്രോളിൽ വരുത്താനും പറ്റിയ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. ഈവൻ ലോൺ എടുക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ കാറ് വാങ്ങുന്ന സമയത്താണെങ്കിൽ, വീട് വെക്കുന്ന കാര്യത്തിലാണെങ്കിൽ കൂടെ ഇത് കൃത്യമായിട്ട് ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിച്ചു കൊണ്ട് കൃത്യമായിട്ട് ധാരണകളിൽ എത്തിയിട്ടാണെങ്കിൽ നമ്മളുടെ ഡിസിഷൻ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, കാരണം എല്ലാ രീതിയിലും ചിന്തിക്കും. ഇപ്പോൾ എൻ്റെ ചിന്താഗതി പോലെ ആയിരിക്കില്ല എൻ്റെ വൈഫിൻ്റെ, ഇപ്പോൾ ശിവയുടെ പോലെ ആയിരിക്കില്ല ശിവയുടെ പാർട്ട്ണർ. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ കൂടി കിട്ടുന്ന സമയത്ത് അത് നല്ല രീതിയിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കൂടുതൽ ആൾക്കാർ വലിയ ഡെപ്റ്റിലോട്ട് പോകുന്നത് ഇപ്പം ഒരു രീതിയായിരുന്നു. ഇപ്പം അപ്പുറത്തെ ആൾക്കാർ ഒരു വലിയ വീട് വെച്ചാൽ അതിനോടൊപ്പം നിൽക്കണം എന്നുള്ള രീതിയിൽ അപ്പുറത്തെ വീട്ടുകാരും ആ ഒരു രീതിയിലേക്ക് വരും. അവരുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ. അപ്പോൾ അവിടെ ശരിക്കും ഈ പറയുന്ന ഫൈനാൻഷ്യൽ നോളജും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണത്തിൻ്റെ സ്വാധീനം എത്രത്തോളമായിരിക്കും? അത് ലൈക്ക് ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളെ മെൻ്റൽ ഹെൽത്ത് കുറേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ പൈസേൻ്റെ മുകളിലാണ്. കാരണം നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് സന്തോഷമായിരിക്കും. ഇപ്പം എന്നോടൊപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും എനിക്ക് ചിലപ്പം ദേഷ്യം വരില്ല. കാരണം ഞാൻ ഇവിടെ ഒരു പാർട്ടിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്, എൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട്. പക്ഷേ പൈസ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഇറിറ്റേറ്റ് അത് ഫാമിലി ലൈഫിലും കൃത്യമായിട്ട് ബാധിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു. ഈവൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ള ആളുകളുടെയും ലൈഫിൽ, എനിക്ക് അറിയുന്ന ആളുകളുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. ഒന്നുമില്ല, ഇപ്പം എൻ്റെ കയ്യിൽ നല്ലൊരു പൈസ ഉള്ള സമയത്ത് എൻ്റെ വൈഫ് എന്നോട് വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ദേഷ്യപ്പെടുന്ന, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ പോലും പൈസ ഉണ്ടാകുന്ന സമയത്ത് എന്തായിരിക്കും, ഞാൻ മേ ബി അത് അംഗീകരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിന് പ്രതികരണ ശേഷി മേ ബി എന്തായിരിക്കും
കുറവായിരിക്കും, പ്രതികരിക്കുന്നത് കുറവായിരിക്കും. പക്ഷേ പൈസ ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കും, റൈറ്റ്? അപ്പം പൈസ എന്ന് പറയുന്ന ഘടകം ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു സന്തോഷകരമായിട്ട് പോകാൻ ഒരു മെയിൻ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഡിസ്കഷൻ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്. പല ആണുങ്ങളും ശരിക്കും അവരുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഒന്നും സ്ത്രീകളായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് അറിയിക്കാനുള്ള ഒരു മടിയാണ് പാർട്ട്നേഴ്സായിട്ട്. ശരിക്കും പൈസയുടെ കാര്യത്തിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ശരിക്കും നല്ല രീതിയിൽ ഓപ്പണായിട്ട് സംസാരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം മേ ബി ഒരു പുരുഷന് പൈസ ഇല്ലാത്ത സമയത്ത്, ഇല്ലെങ്കിൽ ആ ഒരു പൈസയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ചിലപ്പം സഹായിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരും. കാരണം അവരുടെ ഒരു മൈൻഡ് സെറ്റ്, മേ ബി അവർ സേവ് ചെയ്ത് വെച്ച പൈസ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റാളുകളിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിൽ കൂടെ മേ ബി സഹായിക്കാൻ വേണ്ടി പറ്റും, ഇല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ടെങ്കിലും ശരിക്കും തരാൻ വേണ്ടി പറ്റും. ആ മെൻ്റൽ സപ്പോർട്ട് ശരിക്കും ആരും സീക്ക് ചെയ്യുന്നില്ല. ഞാനൊരു ടൈമിൽ സീക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെന്ന് എൻ്റെ വൈഫിനെ അറിയിക്കാനുള്ളൊരു മടി ഒബ്വിയസ്ലി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈം എത്തിയ സമയത്ത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മേ ബി പറഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് അവിടെ കിട്ടി. എനിക്ക് തോന്നുന്നു പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളിലേക്ക് ഓപ്പണായിട്ടുള്ള ഡിസ്കഷൻ കൊണ്ടുവരിക. അത് വൈഫായിട്ടും അല്ല, നമ്മുടെ കുട്ടികളായിട്ട്, പാരൻസായിട്ട്, ഫ്രണ്ട്സായിട്ട് ഒക്കെ ഓപ്പണായിട്ടുള്ള ഡിസ്കഷൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതായത് എനിക്ക് ഇത്ര പൈസ എൻ്റെ ബാങ്കിലുണ്ട്, ഞാൻ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നതല്ല. നമ്മൾ എന്താ പറയുക, കൃത്യമായിട്ട് പൈസയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നിർബന്ധമായിട്ട് കൊണ്ടുവരണം. ഇപ്പം എനിക്ക് എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം അത് എൻ്റെതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഡിസ്കഷൻ എന്ന് പറയുന്നത് പൈസ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അനുഭവിക്കുന്ന ചിലപ്പം ഒരു ഇമോഷണൽ സ്ട്രഗിൾ ഉണ്ടാവും. പൈസ ഇല്ലാതെയാവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇമോഷണൽ സ്ട്രഗിൾ വരിക. സോ അത് കൃത്യമായിട്ട് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്ന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുണ്ട്. ഈവൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിനെ കുറിച്ച് അറിയാമല്ലോ, അദ്ദേഹത്തിന് ഒരു പൈസയുടെ ഇഷ്യൂ വന്ന സമയത്ത് അത് സംസാരിക്കാൻ ശരിക്കും ആരില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹം അത് സംസാരിച്ച സമയത്ത് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ മടിയെന്ന് വെച്ചാൽ അവരെ എന്ത് ചെയ്യും, ഈ ഒരു രീതിയിൽ പൈസ ഇല്ലാത്തവനായിട്ട് കാണുമല്ലോ, ഇല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മടി ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു പോയിന്റിൽ ഈ ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് ഫൈനാൻഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആയി നിന്ന സമയത്ത് ലൈക്ക് എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് ആരോടും എൻ്റെ പ്രശ്നങ്ങൾ തുറന്ന് പറയാൻ തോന്നത്തില്ല. മെയിൻ തിങ് ജഡ്ജ്മെന്റിലാവോ എന്നുള്ളൊരു ചിന്തയ്ക്ക് അപ്പുറം എനിക്കിങ്ങനത്തെ ഒരു തോട്ടുണ്ട്, ലൈക്ക് നമ്മളുടെ അടുത്തൊരു സഹതാപത്തിന്റെ പേരിൽ ആൾക്കാർ പിന്നെ നമ്മളെ നോക്കി കാണും എന്നുള്ളൊരു ചിന്ത എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ലൈക്ക് മെന്റലി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്ന സമയത്ത് പോലും ഞാൻ ആരോടും തുറന്ന് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി, ഇനി സംസാരിച്ച് കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും തോന്നിയിട്ടാണ് എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിത് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അപ്പം എനിക്ക് ഉണ്ടായിരുന്ന ഒരു പെർസ്പെക്റ്റീവ് മാറി കിട്ടി. മേ ബി ഞാൻ പറയാൻ ചൂസ് ചെയ്ത ഒരു വ്യക്തി നല്ലതായതുകൊണ്ടാവാം. ചിലപ്പോൾ ഇതിപ്പം ഞാൻ വേറൊരാളുടെ അടുത്ത് പോയി പറയുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു സംഭവം കിട്ടണം എന്നില്ല. അത് ഡിപ്പെൻസ്, പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സുഹൃത്ത് ബന്ധങ്ങളിൽ നമ്മളുടെ വൾണറബിലിറ്റി സംസാരിക്കാൻ പറ്റിയ എത്ര ആളുകളുണ്ടെന്ന് ശരിക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ സന്തോഷമുള്ള സമയത്ത് മാത്രമല്ല നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വേണ്ട, അല്ലേ? നമ്മൾക്കൊരു മെൻ്റലി കറക്റ്റ് സപ്പോർട്ട് തരുന്ന ബന്ധങ്ങൾ ശരിക്കും നമുക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനെ ഓർമ്മ വരുന്നത്, അതായത് ഇപ്പം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞ സമയത്ത് ആള് ഭയങ്കരമായിട്ട് സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. അപ്പം ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ആള് ഭയങ്കര അടിപൊളിയായിട്ട് ഫൈനാൻസ് ഒക്കെ മാനേജ് ചെയ്ത്, പക്ഷെ പെട്ടെന്നൊരു സമയത്ത് ജോബ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ആള് പുറത്തേക്ക് പോയ സമയത്ത് ഈ പറയുന്ന മാതിരി ഭയങ്കര സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളുമായിരുന്നു. ഈവൻ ആ സമയത്ത് പോലും ഞാനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞ സമയത്ത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് നീ ഇറങ്ങ്, എന്തായാലും നമ്മൾ കൂടെ ഉണ്ട്, പൈസന്റെ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട. കാര്യം ആളുടെ കയ്യിൽ പൈസ ഇല്ല, ബ്രോക്കാണെന്ന് നമുക്കറിയാം. പക്ഷെ ആള് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ചിലപ്പോൾ ഒരു വാക്കിലായിരിക്കും നമുക്കൊരു അവിടുന്ന് കിട്ടുന്ന ഒരു ഇപ്പം നമുക്ക് പൈസ തന്ന് സഹായിക്കണമെന്നൊന്നുമില്ല, കിട്ടുന്ന ഒരു വാക്കിന്റെ മുകളിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, അപ്പുറത്ത് നമ്മൾക്ക് വേണ്ടി ഒരാൾ അപ്പുറത്ത് ഉണ്ടല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ലൈഫിൽ അങ്ങനത്തെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാവണം എന്ന് പറയുന്നത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ എന്നല്ല, ഭയങ്കര ഒരു ലക്കി ഫാക്ടറാണ് ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മൾ പൈസേനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാലോ നമുക്ക് ഒരു പൈസയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പം അതൊരു ശരിക്കും ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ആ സ്വഭാവം നമ്മൾ ശരിക്കും ഉണ്ടാക്കിയെടുക്കണം തോന്നും, അല്ലേ? കാരണം നമ്മൾ പൈസേനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കരുതുക,
അവിടെ നമുക്ക് സ്ട്രഗിൾ വരുന്ന സമയത്ത് സംസാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? റൈറ്റ്. അവർ പറയും ഓ ഇവന് സ്ട്രഗിൾ വന്നപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലാത്ത സമയത്ത് പൈസ ഉള്ള സമയത്ത് ഇവൻ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല പറയും. സോ അത് നല്ല സമയത്തും സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാലായിരിക്കും മോശം സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നത്. അതെ തീർച്ചയായിട്ടും. നമ്മൾ ശരിക്കും ഈ പൈസേനെ പറ്റി പറഞ്ഞു വന്നത് ട്രേഡിംഗ് എന്നുള്ളൊരു സ്കില്ലിനെ പറ്റി സംസാരിച്ചു വന്ന സമയത്താണ്. ഇപ്പം നമ്മൾ പറയാലോ ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയൊരു പരിപാടിയല്ല, ശരിക്കും അങ്ങനെയല്ല. പക്ഷെ ഇപ്പം മാർക്കറ്റിൽ ഇപ്പം കൊടുക്കുന്ന, ഇപ്പം നമ്മൾ കാണുന്ന റീസെൻ്റ് ആയിട്ട് കാണുന്ന ആഡ്സ് ആണെങ്കിലും പറയുന്നത് എന്താണ്, പൈസ നിങ്ങൾ ഇന്ന് ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പൈസ ഉണ്ടാക്കി തുടങ്ങാം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ പൈസ ഉണ്ടാക്കി തുടങ്ങാം, 2 ആഴ്ചയിൽ പൈസ ഉണ്ടാക്കി തുടങ്ങാം എന്നാണ്. പക്ഷേ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ട്രേഡിംഗ് എന്നുള്ളൊരു ജേർണിയിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.5 years എടുത്തു ഞാൻ അതിലൊന്നും കൺസിസ്റ്റൻ്റ് ആവാൻ, മീൻസ് ലൈക്ക് പ്രോഫിറ്റ് കണ്ടു തുടങ്ങാൻ. കാരണം അതുവരെ എനിക്ക് ഇപ്പം ട്രേഡിങ്ങിൽ തന്നെ പല പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് പറ്റിയ സെഗ്മെൻറ്റ്സ് ഏതാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അതിൽ തന്നെ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ജസ്റ്റ് ആ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു ലൈക്ക് ഒരു സ്ട്രാറ്റജി പഠിച്ചത് കൊണ്ടോ നമ്മളതിൽ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്താലോ സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം പറയുന്ന മാതിരി ഇമോഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഭയങ്കര ഡിസിപ്ലിൻഡ് ആവണം പല കാര്യത്തിലും, നമ്മുടെ ഗ്രീഡി മൈൻഡ് സെറ്റ് കുറയണം. അപ്പം സാർ ഏതൊരു പോയിന്റിലാണ് ശരിക്കും ഈ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയത്? അതല്ലെങ്കിൽ ലൈക്ക് ഈ ഇമോഷൻസിനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാർ കൺട്രോൾ ചെയ്തത്? ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ കേസ് എടുക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കേസ് എടുക്കാം, ഇനി നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയിലാണ് എടുക്കാം, ഈവൻ നമ്മൾ ചെയ്യുന്ന ഡ്രൈവിംഗ് ആണെങ്കിൽ കൂടെ എടുക്കാം. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ടൈമിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന രീതിയും അടുത്ത ദിവസം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന രീതിയും എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ എഴുന്നേൽക്കുന്ന ആ ദിവസം, ആ ഒരു രാവിലെ മുതൽ ഉള്ള നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മളെ ഇമോഷൻസ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും. റൈറ്റ്. സോ ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എടുത്ത് കളയാൻ വേണ്ടി പറ്റില്ല. ഫോമോ, ഗ്രീഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഐ തിങ്ക് എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണെങ്കിൽ കൂടെ ആ ദിവസത്തെ അവരുടെ മൂഡ് അനുസരിച്ചിരിക്കും ട്രേഡ് എടുക്കുന്ന സമയത്തുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ എല്ലാ കാര്യം. റൈറ്റ്. സോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി. ആസ് എ ട്രേഡർ, ആസ് എ ഇൻവെസ്റ്റർ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അതിൽ 75% ഓഫ് ആളുകളും പറഞ്ഞത് ഇമോഷൻസ് ആണ്. അപ്പോൾ ഇമോഷൻസ് അത്രത്തോളം ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആളുകൾ. അതായത് ഇപ്പം ഈവൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ട്രേഡിങ്ങിൽ കൃത്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ, എല്ലാത്തിലും എന്താണ് ഇമോഷൻസ് കൃത്യമായിട്ട് അവരെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രീഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ടിങ്ങനെ നമ്മൾ പറയില്ലേ എത്ര കിട്ടിയാലും വേണ്ടെന്ന് പറയുന്ന ഒരു സാധനമാണ് പൈസ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡ്രസ്സ് കിട്ടിയാൽ നമ്മളൊരു പോയിന്റ് ആകുമ്പോൾ പറയും നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. കുറേ ഫുഡ് കിട്ടിയാലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല. പക്ഷെ എത്ര കിട്ടിയാലും നമ്മൾ വേണ്ടാന്ന് പറയാത്തൊരു സംഭവമാണ് ഈ പറയുന്ന പൈസ. അപ്പം എത്ര കിട്ടിയാലും നമ്മൾ മതിയാവത്തില്ല. അത് മെയിൻ ഒരു ഫാക്ടറാണ് ശരിക്കും. നമ്മൾ പല ലൈക്ക് ട്രേഡേഴ്സ് ഫെയിൽ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ആയിരിക്കും ഈ ഗ്രീഡ് എന്ന് പറയുന്നത്. അതിന് എനിക്ക് തോന്നുന്നു ഒരു അപ്ഡേറ്റഡ് ട്രേഡിങ്ങിൽ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് ആൽഗോ, റോബോട്ടിക് ട്രേഡിങ്, ഈ ഒരു കാര്യത്തിനുള്ളതാണ്. ആ ഒരു മേ ബി ഒരു 100% വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന പല സിസ്റ്റംസും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ബട്ട് ഈവൻ ദോ അടുത്ത ഫ്യൂ ഇയേഴ്സിനുള്ള അതിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വലിയ ചേഞ്ച് മേ ബി ട്രേഡിങ്ങിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണെങ്കിലും ആളുകളിലേക്ക് എത്തും. ആൻഡ് ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇമോഷൻസ് എനിക്ക് തോന്നുന്നു അതെടുത്ത് കളയാൻ വളരെ പ്രയാസമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനൊരു സൈക്കോളജിസ്റ്റായിട്ട് ഒരു ഡിസ്കഷനിലാണ് ഇപ്പം. എങ്ങനെയായിരിക്കും ഈ ട്രേഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇവരുടെ ഇമോഷണലി ഇവരെ സ്റ്റേബിൾ ആക്കാൻ എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, എന്തൊക്കെ രീതിയിലുള്ള സ്കിൽസ് ഇവർക്ക് വേണ്ടി വരും, ഡ്രിൽസ് ഒബ്വിയസ്ലി ആ സ്കിൽസ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രിൽസ് വേണ്ടി വരും എന്നുള്ള കാര്യത്തിന് മുകളിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് അത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റം, ഒരിക്കലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇരിക്കുന്ന സ്ഥലം അടക്കം നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കേൾക്കുന്നു, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന. അപ്പോൾ അതൊരിക്കലും ഒരു 100% നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. സോ കൃത്യമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ട്രേഡിങ്ങിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇമോഷൻസ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലത്തെ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം. കാരണം അത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് ഇതിന് കൃത്യമായിട്ട് ലോജിക്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് ഇതിന് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യം. ഈസി എന്താണെന്ന് വെച്ചാൽ
തുടക്കത്തിൽ കിട്ടുന്ന എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും. അതായത് ഈ ട്രേഡിങ്ങിലേക്ക് വരുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി, തുടക്കത്തിൽ മേ ബി എല്ലാവരും പ്രോഫിറ്റബിൾ ആയിരിക്കും. ആ പ്രോഫിറ്റബിൾ ആവുന്നതാണ് ശരിക്കും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം ആ നെഗറ്റീവായിട്ടുള്ള എന്താ വെച്ചാൽ അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഓക്കെ ഇത്രയും ഈസി ആണല്ലോ ട്രേഡിങ്, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പൈസ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പൈസ കിട്ടും. അവിടെ അവർക്ക് എന്ത് ചെയ്യും, വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കും. പിന്നെയാണ് ഇവർ ഓക്കെ എന്നെ ഇമോഷൻസ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ട്രേഡ് എടുക്കുന്നതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നുണ്ടാവുക. സോ അതിന് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും. ഞാൻ ഈ അടുത്തൊരു ബുക്ക് വായിച്ചു, ആ ബുക്കിൻ്റെ പേര് എന്നോട് മറന്നുപോയി. സോ ആ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് റാഷണൽ ഇറാഷണൽ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ. ശരിക്കും ഇപ്പം ശിവ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുന്നിലൊരു വണ്ടി ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ശിവയുടെ മൈൻഡിൽ എന്തായിരിക്കും പോവുക, ഇയാളിത് എന്താ കളിക്കുന്നതെന്നായിരിക്കും അല്ലേ. പക്ഷേ അതെന്തായിരിക്കും, നമ്മൾ ഇറാഷണൽ തോട്ട്സ് അല്ലെങ്കിൽ മൈൻഡായിരിക്കും നമുക്ക് ആ ഒരു രീതിയിൽ നമ്മളെ പറയിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ റാഷണലി തിങ്ക് ചെയ്ത് നോക്കിയേ, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മൾ മേ ബി കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് ഒന്നെങ്കിൽ സൈഡ് ഒതുക്കി പോകാനോ ഇല്ലെങ്കിൽ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്ത് പോകാനോ ശ്രമിക്കും. കാരണം ഫസ്റ്റിൽ നമുക്ക് എപ്പോഴും വരും എന്തെങ്കിലും റാഷണൽ ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലേക്ക് നമുക്ക് പ്രവർത്തിക്കാം. ട്രേഡിങ്ങിലേക്കും സെയിം രീതിയിലാണ് അല്ലേ. ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കേസ് നമുക്ക് ഫസ്റ്റ് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തായിരിക്കും നോക്കുക, ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എവിടെയാണ് കിട്ടിയെന്ന് നോക്കുക. അതിനെന്താ, ഇറാഷണൽ മൈൻഡ് സെറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ റിട്ടേൺസിൻ്റെ മുകളിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ട്രേഡിങ്ങിലേക്ക് പോവുക. ഒരു ട്രേഡ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തി ഇന്നും ട്രേഡിങ്ങിൻ്റെ മുന്നിലിരുന്നാൽ, ചാർട്ടിന് മുന്നിലിരുന്നാൽ അദ്ദേഹം അന്ന് ട്രേഡ് എടുക്കും. അതെന്തുകൊണ്ടാണ്, അവിടെ ഓരോ മൂവ്മെന്റ്സിലും അവരെന്തൊക്കെയോ മിസ്സായി പോകുന്നുള്ളൊരു തോട്ട്സ് അവർക്ക് വന്നുകൊണ്ടിരിക്കുക, ഫോമോ. അതും എന്താണ്, ഇറാഷണൽ മൈൻഡ്സ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ അത് മനസ്സിലാക്കുക ആദ്യം. റാഷണൽ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും പെരുമാറുക, ഇറാഷണൽ മൈൻഡ്സ് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു ധാരണ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും തോന്നുന്നു. സോ ഐ തിങ്ക് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ കൂടുതൽ സംസാരിക്കുകയും ആളുകളെ പ്രാക്ടീസ്, അത് ഞാൻ പറഞ്ഞ ഡ്രിൽസാണ്, നമ്മുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് വരുത്താൻ വേണ്ടി കുറേ ഡ്രിൽസുകളുണ്ട്. സോ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ആളുകൾക്ക് ഉണ്ടാവും തോന്നുന്നു. സോ ബെറ്റർ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ അടുത്ത് ഒരു കൃത്യമായിട്ടുള്ളൊരു കോഴ്സ് നമുക്കതിന് ഡ്രൈവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് കൊടുക്കാൻ തോന്നും. ഇപ്പോൾ സാറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും ഇത് മാനേജ് ചെയ്തിട്ടുണ്ടാവുക? മിസ്റ്റേക്സ് ആണ്, അത് മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ ആ മിസ്റ്റേക്സ് വരുത്തരുത് എന്നുള്ളൊരു ധാരണ. ഞാൻ പറഞ്ഞ ബുക്കുകൾ വായിച്ചതിലൂടെ എനിക്ക് കുറേ അറിവുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് നമ്മളെ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈവൻ നമ്മൾ ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ എന്താണ്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിലെന്താ പറയുന്നത്, നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ കാര്യമാണ് നമുക്ക് ലൈഫിൽ കിട്ടുക എന്ന് പറയുന്നു. വിഷ്വലൈസേഷൻ and the power of positive thinking and the think of mind, right? So ആ സെയിം ബുക്കിലും എല്ലാത്തിലും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതായത് മനസ്സിൻ്റെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് ഇതിലേക്ക് എത്തുന്നത്. സോ നമ്മളെ മൈൻഡിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്, റൈറ്റ്? സോ സെയിം രീതിയിൽ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഈ ബുക്ക്, ഞാൻ ആ ബുക്കിൻ്റെ പേര് മറന്നു. സോ ആ ബുക്കിൽ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് നമ്മളെ തോട്ട്സ് വരുന്നത്, എങ്ങനെയൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഞാൻ ആ ബുക്കിൻ്റെ പേരൊന്ന് നോക്കി പറഞ്ഞോട്ടെ, ബിക്കോസ് ആളുകൾക്ക് മേ ബി യൂസ്ഫുൾ ആയേക്കാന്ന് വിചാരിക്കുന്നു. സോ ആ ബുക്ക് ദ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നാണ്. അപ്പോൾ ദ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന ബുക്കിൽ കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിൻ്റെ പ്രവർത്തന രീതികളൊക്കെ പറയുന്നുണ്ട്. അതായത് അത് ഒരു എന്താ പറയുക, സിസ്റ്റമാറ്റിക് മീൻസ് സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, അല്ലാതെ ആണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. സോ ഐ തിങ്ക് ആ ബുക്ക് വായിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മളുടെ കാര്യത്തിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവും തോന്നുന്നു. ഒരു ട്രേഡർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇൻവെസ്റ്റർ കൂടി ആയിരിക്കുമല്ലോ. അപ്പം സാർ എങ്ങനെയാണ് സാറിനെ നോക്കിക്കാണുന്നത്? ലൈക്ക് ഒരു അഗ്രസീവ് ഇൻവെസ്റ്റർ ആണോ, അല്ലെങ്കിൽ സാറ് കൂടുതലും ഇൻവെസ്റ്റ്മെന്റ്സ് സാറിൻ്റെ പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും? അഗ്രസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം, പക്ഷേ ഞാൻ ഡയറക്റ്റ് സ്റ്റോക്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറവാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള RIs ഒരുപാടുണ്ട്. അപ്പോൾ അവർ മാനേജ് ചെയ്യുന്ന കുറേ എന്താ പറയുക ബാസ്ക്കറ്റ്സ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. സോ അതിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 30% ഞാൻ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം അഗ്രസീവിലാണ് ബാക്കി പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സേഫർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ, അതായത് നമ്മളെ ലാർജ് ക്യാപ്പിലേക്ക് പോയിരിക്കുന്നത് വളരെ ചുരുക്കം മാത്രം, 25% ഒക്കെ ഉള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്ക് ടൈമുണ്ട്.
മേ ബി ഒരു 20 to 30 years ഒക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ആയിട്ട് കാണുന്നത്. സോ ആ സമയം ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി അഗ്രസീവായിട്ട് പോയിട്ടുള്ളത്. കാരണം അതിൻ്റെ കേസ് സ്റ്റഡി അറിയാലോ നിങ്ങൾക്ക്. നമുക്ക് 10 years above ഉള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ലോസിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലോങ് ടേം പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ മെയിനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് 20 to 30 yearsലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ SIP ആയിട്ടുള്ള കേസ് എടുക്കാം. കാരണം എല്ലാ മാസവും നമ്മളൊരു 5,000, 10,000, 20,000 രൂപ വെച്ചിട്ട് ഒരു 20 വർഷം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്. സോ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ആ ഒരു ഡിസിഷനിൽ ഇല്ലെങ്കിൽ ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് മേ ബി നമ്മൾ അവിടേക്ക് എത്താനുള്ള സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഗോൾ ഓറിയൻറ്റഡ് അല്ലാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നതെങ്കിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ അവിടെയും നമ്മൾ ഇമോഷൻസിനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കൺസിസ്റ്റൻസി അതാണ് പറഞ്ഞത്. നമ്മുടെ ഇമോഷൻസ് അവിടെ വയ്ക്കും. നമ്മളൊരു 10 വർഷം കഴിഞ്ഞാൽ മേ ബി ഇനിയിപ്പോൾ മതി, ഇനിയിപ്പോൾ എന്തിനാണ് അടുത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത്? കാരണം ഇത് മാസത്തവണകളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിനെയൊക്കെ പറ്റിയിട്ടുള്ള നോളജ് ഇപ്പോൾ കുറച്ചും കൂടി സൗണ്ടാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം ഒരുപാട് ആൾക്കാർ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ SIP ത്രൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ആരും തന്നെ ഈ പറയുന്ന ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാവണം എന്നില്ല ചെയ്യുന്നത്. എല്ലാവരും ഈ പറയുന്ന കോമ്പൗണ്ടിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു പക്ഷേ ഈ പറയുന്ന മാതിരി ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട്, അപ്പം ഒരു പക്ഷേ അതൊരു വീട് വെക്കാനായിരിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഗോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വെൽത്ത് ക്രിയേഷൻ ആയിരിക്കാം. അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട്, ഒരു ഗോൾ എമൗണ്ട് ഉണ്ട് എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കൺസിസ്റ്റൻസി പിന്നെയും കീപ്പ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാൽ ഗോൾ ഓറിയൻറ്റഡ് അല്ലാതെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്ന ആളുകളെല്ലാവരും പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നുണ്ട്. പക്ഷേ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം എൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും ഞാനൊരു എൻ്റെ ആഫ്റ്റർ 50, എൻ്റെ 50 വയസ്സിന് ശേഷമുള്ള കാര്യത്തിലേക്കാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള റിട്ടയർമെൻറ്റ് ഒബ്വിയസ്ലി എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വൈഫിന് വേണ്ടിയിട്ട്, എൻ്റെ പേരൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗോളാണ് അതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 75% ഓഫ് ആളുകളും ഈ SIP പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഈ ഗോൾ ഓറിയൻറ്റഡ് അല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്, ഇപ്പം ഒരു 10,000 വെച്ചിട്ട് SIP സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ടാവുക, ഓക്കെ 10,000 rupees വെച്ച് എനിക്ക് ഇത്രയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, ഇല്ലെങ്കിൽ ഇപ്പം കറണ്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടായിരിക്കും മേ ബി അയാൾ ഇത്ര എമൗണ്ട് SIP പോകാൻ തീരുമാനിക്കുന്നത്. ശരിക്കും അങ്ങനെ ചിന്തിച്ചാൽ പോരാ. നമ്മൾ കുറച്ചും കൂടി ഫ്യൂച്ചർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും നമുക്ക് വരാൻ വേണ്ടി പോകുന്ന എക്സ്പെൻസസ് ഒക്കെ കണ്ടിട്ട് വേണം ഇത്ര രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ഇപ്പം ഒരു അടുത്തൊരു 6 മാസത്തിനുള്ളിൽ എനിക്കൊരു മാരേജ് വരാനുണ്ട്, എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ. അപ്പോൾ എനിക്ക് അന്ന് കുറേ എക്സ്പെൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ആ എക്സ്പെൻസ് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഈ SIP മുടങ്ങിപ്പോവും. ഈ മുടങ്ങിപ്പോയാൽ തിരിച്ചു വരാനുള്ള സാഹചര്യം കുറവായിരിക്കും നമുക്ക് പിന്നെ ഉണ്ടാവുക. കാരണം നമ്മൾ അവിടെ കുടുങ്ങിക്കഴിഞ്ഞു, ആ ഒരു എന്താ പറയുക, പൊട്ടക്കിണറ്റിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് കുറവായിരിക്കും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ SIPയുടെ എമൗണ്ട് വരെ തീരുമാനിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഈ പറഞ്ഞ മാതിരി ഇപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പോസ് ചെയ്യുന്ന കേസ് പറഞ്ഞല്ലോ, ഈവൻ ദോ മാർക്കറ്റിലെ എല്ലാ ആൾക്കാരും ഇതിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പം എമർജൻസി ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ലേ വരുന്നത്. അതായത് ആൾക്കാരെ എപ്പോഴും ഒരു ലൈക്ക് ഫൈനാൻഷ്യൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കരുതി വെക്കേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്നത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. കാരണം അവരുടെ ഇൻ കേസ് ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് പോസ് ആവുന്ന മാത്രമല്ല, ഇപ്പം ജോബ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് റിക്കവർ ചെയ്യാൻ നമ്മുടെ കയ്യിലൊരു കോർപ്പസ് അല്ലെങ്കിൽ ചെറിയൊരു ഫണ്ടെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ശരിക്കും ആൾക്കാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കിട്ടിയാലോ പഠിക്കൂ എന്ന് നമ്മൾ പറയാറില്ല, അതാണ് സംഗതി. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു വന്നത് പൈസേനെ പറ്റിയിട്ടാണ്. പൈസേനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിച്ച് തുടങ്ങണം, അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സാറിന് ലൈക്ക് വാട്ട് ഈസ് ഫൈനാൻഷ്യൽ ഫ്രീഡം ടു യു? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത് കോടികൾ ഉണ്ടാക്കുക, വലിയ കാറിൽ നടക്കുക, വലിയ വീട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും പല ആളുകളും. പക്ഷേ എൻ്റെ തോട്ട് പ്രോസസ്സിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്.
ആ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസമാധാനത്തോടുകൂടി എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റണം. അതാണ് എൻ്റെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി എനിക്ക് ഒരുപാട് കാറുകൾ വാങ്ങിക്കുന്നതിലോ ഒരുപാട് വലിയ വീട് വെക്കുന്നതിലോ അതല്ല എൻ്റെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഫാമിലിയോടൊപ്പം സന്തോഷപരമായിട്ട് ജീവിക്കണം. അതിൻ്റെ കൂടെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം ഫാമിലിയായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫൈനാൻഷ്യലി എന്ത് ചെയ്യുന്നു, എന്നെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയാം. സോ അതാണ് എനിക്ക് ആക്ച്വലി ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സോ കോടികൾ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത മാറ്റുക, അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത്, എനിക്ക് 500 രൂപ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ, അപ്പം ഞാൻ അത് നടക്കുമോ, അല്ലെങ്കിൽ അതിലൂടെ എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ച് വരുന്ന മെസ്സേജസ് ഉണ്ട്. സോ 500 1000 അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എല്ലാവർക്കും അംബാനിയെ പോലെ ജീവിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവർക്ക് 500 1000 മതി. സോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.